നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണം വില പരമാവധി ഇടിയാൻ പോവുകയാണ്. അപ്പോൾ അത് 12,170 രൂപ വരെ കൂടിയ സ്വർണം ഇന്ന് ഒക്ടോബർ 22-ന് ഏകദേശം 11,440-നും 11,800-നും ഗ്രാമിന്, അതായത് 22 ക്യാരറ്റ് സ്വർണം വില ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ $4,381 വരെ കൂടിയ സ്വർണത്തിൻ്റെ വില, അതായത് $4,381, അതായത് 22 ക്യാരറ്റ് സ്വർണത്തിന്. അപ്പോൾ അത് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്, ഇൻ്റർനാഷണൽ ലെവലിൽ വ്യാപാരം നടക്കുന്നത് $4,007-നും $4,132 ഇടയിലാണ്. സ്വർണത്തിൻ്റെ 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ $4,381 വരെ $4,381 വരെ കൂടിയതായിരുന്നു. അത് ഇപ്പോൾ 4,007 വരെ ഏറ്റവും താഴെ വന്നിട്ട് ഇപ്പോൾ $4,113 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ അത് ഏകദേശം കണക്ക് പറയുമ്പോൾ $268 ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 0.06% ഇടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ 12,170 ഒരു ഗ്രാമിന് കേരളത്തിലെ വില എന്ന് കണക്കാക്കുമ്പോൾ അതിൻ്റെ 0.06% എന്ന് പറയുമ്പോൾ 730 രൂപ വരെ ഈ 12,170 നിന്ന് താഴാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത് ഏകദേശം ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന് കേരളത്തിലെ വില ഏകദേശം 11,440 വരെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും കുറഞ്ഞത് 11,800 വരെ ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില വളരെയധികം ചാഞ്ചാടുകയാണ്. നിരവധി കാരണങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ, അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. സംഭവം ഇതാണ്: പൊതുവെ സ്വർണത്തിൻ്റെ വില എങ്ങോട്ട് പോകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അത് വളരെയധികം താഴേക്ക് വരുമെന്ന് പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സ്വർണത്തിൽ ഒരു സുരക്ഷിത നിക്ഷേപമെന്ന് ഉള്ള നിലയിൽ വാങ്ങിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വളരെ കരുതലോടെ ഇത് സ്വർണം വാങ്ങുക എന്നുള്ള അതിൽ നിന്ന് അത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും സ്വർണം ഇന്ന് കേരളത്തിൽ പവന് ഏകദേശം 94,400 റേഞ്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം സ്വർണം വാങ്ങിക്കാൻ. പൊതുവേ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഇതാണ്: ഇന്നത്തെ വിലയിടിവ് വളരെ ഭീകരമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളെയും ഒക്കെ മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം വരുന്നെങ്കിൽ മാത്രമേ സ്വർണം നിക്ഷേപമാണെന്നുള്ള രീതിയിൽ ഇനി വാങ്ങാൻ പാടുള്ളൂ. എന്തായാലും എല്ലാവർക്കും കിലോ കണക്കിന് സ്വർണം വാങ്ങിക്കാൻ സാധിക്കട്ടെ, അതിനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.